ഹായ് 10 ലക്ഷം ബജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വീടുകളുടെ പ്ലാനുകൾ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് ഉണ്ടായത്. ഫേസ്ബുക്കിൽ നിന്നായാലും യൂട്യൂബിൽ നിന്നായാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 ലക്ഷം ബജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് വീടുകളുടെ പ്ലാനുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 12 ലക്ഷം മുതൽ 13 ലക്ഷം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന വീടുകളുടെ പ്ലാനുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏരിയ കുറഞ്ഞ പ്ലാനുകളായതുകൊണ്ട് തന്നെ നമുക്കൊരു 600 മുതൽ മാക്സിമം ഒരു 720, 730 നമുക്ക് ഈ 12-13 ലക്ഷം ബജറ്റിലൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാനുകളാണ് ചെയ്യുന്നത്. നമ്മൾ ബജറ്റ് മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും കമന്റുകൾ ചെയ്യാറുണ്ട്. നമുക്ക് 3 സെന്റ് പ്ലോട്ട് ഉണ്ട്, അല്ലെങ്കിൽ 4 സെന്റ് സ്ഥലമുണ്ട്, അപ്പോൾ അതിന് പറ്റിയൊരു പ്ലാൻ തരുമെന്ന് ചോദിച്ചിട്ട്. ഇത്ര സെന്റ് ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് ഒരു പ്ലാൻ വരയ്ക്കാനായിട്ടൊന്നും പറ്റില്ല. കൃത്യമായിട്ട് അതിൻ്റെ ഒരു സൈറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട്, കാരണം ഒരു വീടിന്റെ പെർമിറ്റ് എടുക്കാനായിട്ടാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ സെറ്റ് ബാക്കുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അത് പറഞ്ഞെന്നുള്ളൂ, പല ആൾക്കാരും ഇങ്ങനെ കമന്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഞാൻ ഹരി, അനുകാസിന്റെ പുതിയ വീട്ടിലേക്കാണ് സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലിച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട്, അവിടെ വീട് ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഈ ബജറ്റ് വീടുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത്രയും ദൂരെ വന്നിട്ട് അവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് ബജറ്റഡായിട്ട് വീടുകൾ ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് കണക്ഷനൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കുന്നവരോടൊക്കെ പറയാറുണ്ട് നമ്മൾ നിങ്ങളുടെ അടുത്തുള്ള കോൺട്രാക്ടർ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. പക്ഷേ വലിയ പ്രൊജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ മറ്റു ജില്ലകളിലും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് അതുപോലെ വീട് നിർമ്മിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് കിടക്കാം. 630 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ വീടിന്റെ പ്ലാൻ നോക്കാം. ഇത് വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സെറ്റ് ഔട്ട് വരുന്നുണ്ട്. സെറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കിച്ചൺ കാണാവുന്നതാണ്. ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 322 130 സെന്റിമീറ്റർ എന്നാണ് സെറ്റ് ഔട്ടിന്റെ അളവ്. സെറ്റ് ഔട്ടിൽ നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 300 380 സെന്റിമീറ്റർ എന്ന അളവിലാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് കം ഡൈനിങ് ഹാൾ. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300 330 എന്ന അളവിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300 330 സെന്റിമീറ്റർ എന്ന് തന്നെയാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് കിച്ചൺ. വീടിന്റെ പ്ലാൻ കണ്ടല്ലോ, 630 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. നമുക്ക് 12 ലക്ഷം ബജറ്റിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതിൽ മറ്റ് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ സൈറ്റ് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ബജറ്റിൽ വ്യത്യാസം ഉണ്ടായേക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിന്റെ ബ്രാൻഡുകൾ, ഇതൊക്കെ അനുസരിച്ചിട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഈ പറഞ്ഞൊരു 12-13 ലക്ഷം ബജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു പ്ലാനാണ്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.